जय गौरवृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे नमो। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा पंचतत्वात्मकं कृष्णं भक्तरूप स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम्। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। मोकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं हरि ओं तत्सत्। कथाञ्चन स्मृते यस्मिन् दुष्करं सुकरं भवेत् विस्मृते विपरीतं स्यात् श्रीचैतन्यं नमामि तम्। हरे कृष्ण। എല്ലാ ഭക്തന്മാർക്കും എന്റെ വിനീതമായ പ്രണാമം. തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ വൈഷ്ണവാസിന്റെ അനുഗ്രഹവും വേണം, ബ്ലെസ്സിങ്സും വേണം. സോ പ്ലീസ് ബ്ലെസ് മീ. ചൈതന്യ ചരിതാമൃതനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ക്ലാസ്സില് ഇപ്പൊ നമ്മള് കാണുന്നത് 6th ചാപ്റ്റർ. നേരത്തെ വന്നിട്ട് നേരത്തെ നമ്മൾ ഇതുവരെ പഠിച്ചത് മംഗളാചാരനിൽ 14 ശ്ലോകാസ് ഉണ്ട്. 14 ശ്ലോകാസില് മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് വന്നിട്ട് ചൈതന്യ തത്വ കഴിഞ്ഞിട്ട് ലോർഡ് നിത്യാനന്ദയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. മംഗളാചരന്റെ ആദ്യത്തെ 6 ശ്ലോകം ചൈതന്യ തത്വയെ കുറിച്ചാണ്. അത് കഴിഞ്ഞ് 7ാമത്തെ മുതൽ 11ാമത്തെ ശ്ലോകം ഹോൾ ഓഫ് ചൈതന്യ ചരിതാമൃത അതിലില്ലാല് നിത്യാനന്ദ മഹത്വനെ കുറിച്ചാണ്. പിന്നെ 12th and 13th ശ്ലോക വന്നിട്ട് അദ്വൈതാചാര്യനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോ അദ്വൈതാചാര്യന്റെ ഗ്ലോറീസ് വന്ന് ഇപ്പൊ നമ്മള് വായിക്കുന്നുണ്ട്. ഇപ്പൊ ശ്ലോക നമ്പർ 45 വരെ പ്രഭുജി എടുത്തിരുന്നു. സോ വളരെ ബ്യൂട്ടിഫുൾ. ഇത് ഞാൻ പറയുന്ന സൗണ്ട് അവിടെ എത്തുന്നുണ്ടോ? ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ. ഇവിടെ കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ഡ്രില്ലിങ് അത് ഇതെല്ലാം ഉണ്ട് സൈഡില്. പ്രാർത്ഥിക്കുന്നു. വേറൊരു ഓക്കെ. വീട്ടില് കുറച്ച് പണികൾ നടക്കുന്നു, അതുകൊണ്ടാണ്. യെസ്. അപ്പം അതാണ്. അപ്പൊ നമ്മളിപ്പോ വന്നിട്ട് വായിക്കുന്നത് അദ്വൈതാചാര്യയെ കുറിച്ചാണ്. സോ അദ്വൈതാചാര്യ വന്നിട്ട് വളരെ വളരെ അഭിമാനത്തോട് പറയുന്നു, ഐ എം സെർവന്റ് ഓഫ് ലോർഡ് ചൈതന്യ. ചൈതന്യ മഹാപ്രഭു വന്നിട്ട് അദ്വൈതാചാര്യ പ്രായത്തിൽ വളരെ മൂത്തതാണ്, എന്റെ ഗുരു തുല്യനാണ് അദ്വൈതാചാര്യ എന്ന് പറഞ്ഞിട്ട് ഗുരുവെ പോലെ ഒരു ഫാദർലി റെസ്പെക്ട്സ് ചൈതന്യ മഹാപ്രഭു വന്നിട്ട് അദ്വൈതാചാര്യ വന്നിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, തന്റെ ഗുരുവായി കരുതുന്നുണ്ട്. അവരെ വന്നിട്ട് പിന്നെ നമസ്കരിക്കുന്നുണ്ട് ചൈതന്യ മഹാപ്രഭു. ബട്ട് അദ്വൈതാചാര്യ എന്താ ചിന്തിക്കുന്നത്? ഐ എം സെർവന്റ്, ഐ എം ഓൺലി സെർവന്റ് ഓഫ് ലോർഡ് ചൈതന്യ. കൃഷ്ണദാസ അഭിമാൻ. അപ്പൊ 44th ശ്ലോകാല് വളരെ ബ്യൂട്ടിഫുൾ ആയി പറയുന്നുണ്ട്,
കൃഷ്ണദാസ അഭിമാനേ യേ ആനന്ദ സിന്ധു കോട്ടി ബ്രഹ്മ സുഖനാഹേ താരയേ കബിന്ദു. The conception of servitude to Sri Krishna generates such an ocean of joy in soul that even a joy of oneness with the Supreme, even if it is multiplied by 10 million times, could not compare to a drop of it. ബ്രഹ്മാനന്ദത്തിന്റെ സന്തോഷം വന്നിട്ട് 10 million ടൈംസ് കിട്ടിയാലും കൃഷ്ണദാസൻ എന്ന് പറഞ്ഞ ആ ഒരു ഡ്രോപ്പ് ഓഫ് സന്തോഷത്തിന് ഈക്വൽ ആവില്ല. അത് കൃഷ്ണദാസ് എന്ന് പറയുന്നത് വന്നിട്ട് ബ്രഹ്മാനന്ദ സന്തോഷത്തിനെക്കാട്ടിലും കൂടുതലാണ് ഭഗവാന്റെ സേവകൻ എന്ന് പറയുന്നത് വന്നിട്ട്. ഇപ്പൊ ലോർഡ് ബൽറാംജി അതുപോലെ തന്നെ ബൽറാംജി വന്നിട്ട് ഭഗവാന്റെ എല്ലാ രീതിയിലും വന്നിട്ട് സെർവ് ചെയ്യാൻ റെഡിയാണ്. ഭഗവാനും ഭഗവാന്റെ എക്സ്പാൻഷൻസും ഭഗവാന്റെ ഭക്തന്മാർ എല്ലാവരുമേ എങ്ങനെയാന്ന് വെച്ചാല് they all consider themselves to be servant and servant. ശ്രീ കൃഷ്ണ ഭഗവാൻ ഇപ്പൊ സാധാരണ വന്നിട്ട് ഡ്രൈവർ ഇവിടെ വാ എന്ന് വിളിക്കില്ല, ചേട്ടാ ഇവിടെ വന്നാ അങ്ങനെ. we respect, we don't even call even if their position is very small. നമ്മൾ വന്നിട്ട് എന്തെങ്കിലും അവർ ചെയ്യുന്ന ഇത് വെച്ചിട്ട് അവർ ബട്ട് കൃഷ്ണ is taking pride. പാർത്ഥസാരഥി എന്ന് പറയുമ്പോ എന്റെ ഭക്തന്റെ കൂടെ വൃതാവിന്റെ പുത്രൻ പാർത്ഥന്റെ സാരഥിയാണെന്ന് പറയുമ്പോൾ കൃഷ്ണ ഗെറ്റ്സ് സോ മച്ച് ഓഫ് ഹാപ്പിനെസ്. ആൻഡ് കൃഷ്ണ അതുകൊണ്ട് ഭഗവാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഭഗവാൻ വന്നിട്ട് കൃഷ്ണ ഈസ് പർച്ചേസ്ഡ് ബൈ ഡിവോട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഭക്തൻ വന്നിട്ട് കംപ്ലീറ്റ്ലി 100% ഭഗവാനെ വന്നിട്ട് സറണ്ടർ ആയി കഴിഞ്ഞാൽ ഭഗവാൻ വന്ന് എന്താവുന്ന വെച്ചാൽ ഹി ഈസ് ബീങ് പർച്ചേസ്ഡ്. പിന്നെ ആര് എന്ത് പറഞ്ഞാലും ഭഗവാൻ വന്നിട്ട് അത് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നന്ദമഹാരാജാവിന്റെ ചപ്പൽസ് എല്ലാം എടുത്ത് തലയില് ഇങ്ങനെ വെച്ചിട്ട് കൃഷ്ണൻ വന്ന് നടക്കുന്നത് വന്നിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ യശോദാമ്മ പറയും, വാട്ട് യുവർ സുപ്രീം ലോർഡ്, യു കാന്റ് ഈവൻ ക്യാരി യുവർ ഫാദേഴ്സ് ചപ്പൽ പ്രോപ്പർലി. അച്ഛന്റെ ചെരുപ്പ് പോലും എടുത്ത് അത് അച്ഛന്റെ നന്ദബാബയുടെ ചെരുപ്പ് എടുത്ത് തലയിൽ വെച്ച് നടക്കുമ്പോ കൃഷ്ണൻ ഇങ്ങനെ സ്മോൾ ചെറിയ കുട്ടിയായിരുന്നിട്ട് അച്ഛന്റെ ചെരുപ്പ് കൊണ്ടുവന്നപ്പോ അങ്ങനെ. അപ്പൊ യശോദാമ്മ പറയും, ചെരുപ്പ് പോലും നിനക്ക് എടുക്കാം, എന്റെ കുട്ടിക്ക് അത്ര പോലും ശക്തി ഇല്ലല്ലോ എന്ന് യശോദാമ്മ അങ്ങനെ വിചാരിക്കുന്നു. ബട്ട് കൃഷ്ണ ഹി ഈസ് റെഡി. അനന്തകോടി ബ്രഹ്മാണ്ഡ നായകൻ എന്ന് പറയുന്നു. he is ready to do anything for the sake of his devotee. ഡിവോട്ടിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണ് ഭഗവാൻ. അതുപോലെ തന്നെ ഗോപികമാർ വന്നിട്ട് കൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് കൃഷ്ണനെ പിടിച്ചിട്ട് നീ വന്നിട്ട് ഞങ്ങളെ ചീറ്റ് ചെയ്തോ നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങള് എന്താ പറയാ ബട്ടർ മിൽക്ക് തലയിൽ വെച്ച് കൊണ്ടുപോകുമ്പോ പാനയെ പൊട്ടിച്ചിട്ട് അതിലുള്ള ബട്ടർ മിൽക്ക് എല്ലാം വെളിയിൽ വന്ന് now you have to do all this. You become a gopi. You wear skirt and chatta. Sound disturbance ആവുന്നു. ഇല്ല മാതാജി, പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ, പറഞ്ഞോളൂ മാതാജി. ഓക്കെ. അപ്പൊ ഗോപീസ് വന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല് കൃഷ്ണനെ വന്നിട്ട് പാവാടയും ചട്ടയും ഇരുത്തിയിട്ടിട്ട് തലയില് പോട്ട് വെച്ചിട്ട് ഇപ്പൊ നീ ഡാൻസ് ചെയ്യേ, ഞങ്ങക്ക് വേണ്ടി നീ ഡാൻസ് ചെയ്യെന്ന് പറയുമ്പോ കൃഷ്ണൻ വന്നിട്ട് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഇട്ടിട്ട് തലയിൽ പോട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു. അപ്പൊ വളരെ സ്നേഹത്തോടെ ഗോപിമാർ വന്നിട്ട് ഗോപീസ് അല്ല വ്രജവാസികൾ ഭക്തர்கள் വന്ന് വിളിക്കുമ്പോ ഭഗവാൻ വന്ന് എന്തും അവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ഭഗവാൻ തയ്യാറാണ്. അതുപോലെ തന്നെ ഭഗവാനും ഭഗവാന്റെ എക്സ്പാൻഷൻസും ബൽറാംജി ആയാലും അദ്വൈതാചാര്യ ആയാലും. സോ ദ ഗ്രേറ്റസ്റ്റ് പ്ലെഷർ ഇസ് ടു സെർവ് ദ ഡിവോട്ടീസ്. ഭഗവാൻ വരെ മറ്റേ നമ്മുടെ കാഞ്ചിപൂർണയോട് പറഞ്ഞു, നീ എന്റെ സെർവന്റ് എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താണ്, എനിക്കെപ്പോ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞപ്പോ കാഞ്ചിപൂർണനോട് പറഞ്ഞു, വരദരാജ പെരുമാൾ പറഞ്ഞു, നോ ചാൻസ്, എന്റെ ഭക്തനെ നീ സേവിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ നീ മോക്ഷം ആഗ്രഹിക്കുന്ന? എന്നെ സേവിച്ചിട്ട് കാര്യമില്ല, എന്നോട് ദിവസം സംസാരിച്ചിട്ട് കാര്യമില്ല, എനിക്ക് ദിവസം ആലവട്ട സേവ ചെയ്തിട്ട് ഒരു കാര്യമില്ല, നീ വന്നിട്ട് ഭക്തനെ സേവിച്ചില്ല എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു. അപ്പോ സോ ദാറ്റ് ഈസ് ഹൈയസ്റ്റ് പൊസിഷൻ ഓഫ് ബിക്കമിങ് സെർവന്റ് ഓഫ് കൃഷ്ണ. ദാറ്റ് ഈസ് എ വെരി ഹൈയസ്റ്റ് പൊസിഷൻ. ഭഗവാൻ വന്നിട്ട് ഭഗവാന്റെ ഭക്തന്മാർക്ക്, ഭഗവാന്റെ ദാസന്മാർക്ക് ഭഗവാൻ കൊടുക്കുന്ന വലിയ പൊസിഷനാണ്. ഭഗവാന്റെ ദാസൻ എന്ന് പറഞ്ഞാൽ
വലിയ പൊസിഷനാണ്. എങ്ങനെയോ ഗുരു മഹാരാജന്റെ ഗുരു പരമ്പരയുടെ മേഴ്സിയില് ദാസ ദാസി എന്നുള്ള ടൈറ്റിൽ എല്ലാം പേരിന്റെ പിന്നാലെ വന്നു കഴിഞ്ഞു. പക്ഷെ ഹൃദയം സോ മച്ച് കണ്ടാമിനേറ്റഡ്. ആചാര്യ പരമ്പരയോട് എന്നെന്നും പ്രാർത്ഥിക്കണം. ഗുരു മഹാരാജോട് ഗുരു പരമ്പരയോട് എന്നും പ്രാർത്ഥിക്കണം. എങ്ങനെയോ ഏത് ജന്മത്തിലെ ചെയ്ത സുകൃതിയോ പ്രഭുപാദന്റെ അനുഗ്രഹം കൊണ്ട് എങ്ങനെയോ ഗുരു പരമ്പരയിലെ കണക്ട് ആയി, പേരും മാറി. നമുക്ക് പക്ഷെ ദാസ എന്ന് പറയുന്നതില് അഭിമാനം എന്ന് പറയുന്നത് ഇവിടെ ഫോൾസ് ഈഗോ ആണ് അവിടെ കൂടുതൽ വരുന്നത്. ഐ മീൻ when I'm thinking about myself, ആ ഒരു 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 നമ്മൾ ഒരു സെർവന്റ് ആണ് എന്നുള്ള ഒരു ഫീലിംഗ്, അത് ജെന്യുവൻലി ഫ്രം ഹാർട്ട്, ലിപ് സർവീസ് അല്ലാതെ ജെന്യുവൻലി ഈ മാതാജി എന്താ ഇങ്ങനെ പറഞ്ഞു, ഈ പ്രഭുജി എന്താ ഇങ്ങനെ, ഇവരെങ്ങനെ എന്താ ഇങ്ങനെ, അത് ഈവൻ സി അപ്പൊ നമ്മുടെ മെച്യൂരിറ്റി അത്രയേ ഉള്ളൂ. അതുപോലെ ഒരു ചിന്തകൾ നമുക്ക് വരുവാണെങ്കിൽ നമ്മള് സെർവന്റ് ആണ്, ഐ എം സോ ആൻഡ് സോ ദാസി, ഐ എം സോ ആൻഡ് സോ ദാസ് എന്നെല്ലാം പറഞ്ഞിട്ട്, പക്ഷെ നമ്മൾ മനസ്സ് വിചാരിക്കുന്നത് ഐ എം സ്വാമി, ഐ എം സംതിങ് ബെറ്റർ, ഐ എം സോ ഗ്രേറ്റ്, ഞാൻ വലിയ ഒരു XYZ ആണ്, എന്ന മാതിരി ആരും ഇല്ല, അങ്ങനെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഉള്ളത്. അപ്പൊ നമ്മൾ വന്നിട്ട് പ്രേ ചെയ്യണം, ആചാര്യ പരമ്പരയോട് പ്രേ ചെയ്യണം. അപ്പൊ ഇവിടെ എല്ലാം വന്നിട്ട് ഞാൻ ജെന്യുവൻലി ഭഗവാന്റെ സെർവന്റ് എന്ന് പറയുമ്പോ അത് വന്നിട്ട് കൃഷ്ണദാസ അഭിമാന ദ ഗ്രേറ്റ്. പിന്നെ 45 അദ്വൈത ആചാര്യജി പറയുന്നുണ്ട്, 45 മുനിയേ ചൈതന്യദാസാര നിത്യാനന്ദ ദാസഭാവേ സമാ നാഹേ അന്യത്ര ആനന്ദ. Nityananda and I are servants of Lord Chaitanya. Nowhere else is there such a joy as that which is tasted in this emotion of servitude. ഇത്ര ഞാനൊരു ദാസനാണ്, ഭഗവാന്റെ ദാസനാണ്, ചൈതന്യ മഹാപ്രഭുവിന്റെ ഞാനും നിത്യാനന്ദ പ്രഭുവും ചൈതന്യ മഹാപ്രഭുവിന്റെ ദാസനാണെന്നുള്ള ആ ഒരു ഭാവത്തില് കിട്ടുന്ന ആനന്ദം വന്നിട്ട് വേറെ എവിടെയും കിട്ടില്ല എന്നുള്ള ഇതാണ് അവർ പറയുന്നത്. സോ ദേ ടേക്ക് സോ മച്ച് ഓഫ് പ്ലെഷർ. പക്ഷെ നമുക്ക് നമ്മൾ ശരിക്കും ഒരു ദാസനാണെന്ന് പറയുമ്പോ, എന്നെ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ സർവീസ് കിട്ടിപ്പോയല്ലോ, ഞാനിപ്പോ എന്ത് ചെയ്യും, എസ്കേപ്പ് ആവാൻ മാർഗമില്ലല്ലോ. നമ്മൾ സർവന്റ് പറഞ്ഞ സർവീസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ബട്ട് മനസ്സ് എന്താ പറയണേ? അപ്പോ എന്താന്ന് വെച്ചാല്, അപ്പൊ ഗോപീസ് പ്യൂർ ഡിവോട്ടീസ് എല്ലാം വന്ന് രാഗ ഭക്തി സ്പോണ്ടേനിയസ് ലവ്. ഇപ്പൊ നമുക്കെല്ലാം ഇപ്പൊ ഉള്ളത് വന്നിട്ട് എന്താന്ന് വെച്ചാല് സാധന, വൈദ്യ സാധന, ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ദിസ് ഈസ് ഗുഡ് ഫോർ യു, ഇത് ചെയ്താൽ നിന്റെ ഫോൾസ് ഈഗോ കമ്മിയാവും, സറണ്ടർ യുവർ സെൽഫ്, സെർവ് ദ ഡിവോട്ടീസ് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിന് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ വീണ്ടും 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 പറഞ്ഞ് ചെയ്യൂ. മനസ്സ് എവിടെയോ പോന്നു, എന്നാലും വീണ്ടും ട്രാക്കിൽ വന്നിട്ട് ഭഗവാന്റെ സേവ ചെയ്യൂ, ഭക്തന്മാർക്ക് സേവ ചെയ്യൂ എന്ന് നമ്മൾ തന്നെ മൈൻഡിന് ഇങ്ങനെ ഗുരു മഹാരാജ് പറഞ്ഞത് നമ്മൾ കേട്ട് ലിറ്ററലി നമ്മൾ വന്നിട്ട് അത്ര പ്യുവർ ആയിട്ട് സറണ്ടേർഡ് സോൾസ് അല്ല. പക്ഷെ നമ്മൾ മൈൻഡിന് വീണ്ടും 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 നമ്മൾ പറയുന്നുണ്ട്, സി ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു ഡു, ഇങ്ങനെയാണ് നമ്മൾ വേണ്ടത്, അങ്ങനെ. സോ ഇതുപോലെ ദാസഭാവത്തില് അദ്വൈതാചാര്യ ആൻഡ് നിത്യാനന്ദ അവർക്ക് വന്ന് എന്താ വെച്ചാൽ സുപ്രീം ജോയ്, അവർക്ക് വന്നിട്ട് സുപ്രീം ജോയ്, അന്യത്ര ആനന്ദ, ദേ ഗെറ്റ് ഗ്രേറ്റ് ജോയ് സർവീസ് ചെയ്യുമ്പോ എന്ന് വായിച്ചു. ജയ്. ഇപ്പൊ നമുക്ക് ശ്ലോകം നമ്പർ 46 വായിക്കാം. പരമ പ്രയാസി ലക്ഷ്മി ഹൃദയ വസതി തേൻഹോദാസ്യ സുഖ മാഗേ കാരിയാമിനതി. അപ്പൊ the most beloved goddess of fortune resides on the chest of Shri Krishna, yet she too earnestly praying begs for the joy of service at his feet. അപ്പം മഹാലക്ഷ്മി ദേവി വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ത് പ്രാർത്ഥിക്കുന്നു? ദയവായിട്ട് എനിക്ക് പാദസേവനം, ഭഗവാൻ തൃപ്പാദങ്ങളെ സേവ ചെയ്യാനുള്ള ഭാഗ്യം തരണമേ ഭഗവാനെ എന്ന് ലക്ഷ്മി ദേവി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും ലക്ഷ്മി കടാക്ഷം, ജസ്റ്റ് ഒരു സൈഡ് ലോങ് ഗ്ലാൻസ് ഓഫ് ലക്ഷ്മി ദേവി കിട്ടുമോ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ഈഗറായിരിക്കുമ്പോ ആ ലക്ഷ്മി ദേവി എന്താ പ്രാർത്ഥിക്കുന്നത്? ഭഗവാന്റെ സേവ കിട്ടണമേ, ഭഗവാന്റെ തൃപ്പാദത്തിലെ സേവ കിട്ടണമേ എന്ന്. ലക്ഷ്മി സഹസ്രശത സംഭ്രമ സേവ്യമാനം, ലക്ഷ്മി സഹസ്രശത
സഹസ്ര ആയിരം ലക്ഷ്മികൾ വൈകുണ്ഠ ലോകത്തില്. സ്വീപ്പർ ഇസ് എ ലക്ഷ്മി, കുക്ക് ഇസ് എ ലക്ഷ്മി, ഗാർലൻസ് ഉണ്ടാക്കുന്നത് ലക്ഷ്മി, പാട്ട് പാടുന്നത് ഭഗവാന് എന്നെ സേവയുണ്ടോ എല്ലാ സേവയും ചെയ്യുന്നത് ലക്ഷ്മി ദേവികളാണ്. അപ്പൊ ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി അവരെല്ലാം തപസ്സിരിക്കുന്നുണ്ട്. പിന്നെ ലക്ഷ്മി ദേവി വന്നിട്ട് എപ്പോഴുമേ എനിക്ക് ഭഗവാന്റെ സേവ, ഷി ബെഗ്സ് ഫോർ ദ ജോയ് ഓഫ് സർവീസ്. ദാസ്യ സുഖമാകെ. നമുക്ക് ആരെങ്കിലും ഒരു സർവീസ് പറഞ്ഞാ ദുഃഖമാവും. സർവീസ് കിട്ടിയല്ലോ, സർവീസ് കിട്ടിപ്പോയല്ലോ. ഇപ്പൊ ദാസ്യ സുഖമാകെ, ഇവിടെ ദാസ്യ സുഖമാ അവർക്ക് കിട്ടുന്ന സേവ കിട്ടിയ ഉടനെ. ബിക്കോസ് സേവ കിട്ടുന്നു, ഭക്തന്മാരുടെ സംഘം കിട്ടുന്നു, എന്ന് വെച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നു, ഗുരു മഹാരാജിന്റെ അനുഗ്രഹം കിട്ടുന്നു. സോ ആ ഒരു പ്ലഷർ ആൻഡ് ഹാപ്പിനെസ് ആണ് ശുദ്ധ ഭക്തന്മാർക്ക്. അപ്പൊ ഹാഫ് ബേക്ഡ് ഭക്തന്മാർക്ക് നമ്മളെ മാതിരി എന്നെ മാതിരി അപ്പൊ വന്നിട്ട് സർവീസ് ആയല്ലോ, സർവീസ് കിട്ടിയല്ലോ, അങ്ങനെ. ഓക്കെ, ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് നമ്പർ 47 വായിക്കാം. ദാസ്യഭാവേ ആനന്ദിത പരിഷദ ഗണ വിധി ഭാവ നാരദ ആര സുഖ സനാതന. സോ ഇതിൽ പറയുന്നുണ്ട്, all the associates of Lord Krishna such as Brahma, Shiva, Narada, Sukha, Sanat Kumaras are very pleased in the sentiment of servitudes. So ella ಅಸಿತೋ ದೇವಲೋ ವ್ಯಾಸ, ಎಲ್ಲರೂ ಅಸಿತ ದೇವಲ ಬ್ರಹ್ಮ ಶಿವ നാരദ എല്ലാ സനത് കുമാരാസ് എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് ഭഗവാന്റെ സേവ ചെയ്യാൻ വേണ്ടിയിട്ട്. ഭഗവത് സേവനം കിട്ടുമ്പോന്ന് ഇവിടെ നമ്മൾ കണ്ടു. 48 നിത്യാനന്ദ അവധൂത സഭത്തെ അഗല ചൈതന്യര ദാസ പ്രേമേ ഹൈല പാഗല. സോ ഭഗവാന്റെ സേവയിൽ അങ്ങനെ പാഗലായി പോയി എന്നുവെച്ചാല് അങ്ങനെ മത്ത് പിടിച്ച് ഭഗവത് കൈങ്കര്യത്തില് പരമാനന്ദത്തില് മൂழ்കിയിരിക്കുന്നു നിത്യാനന്ദ പ്രഭു എന്ന് നമ്മൾ വായിച്ചേക്കും. 49 and 50 ശ്രീവാസ ഹരിദാസ രാമദാസ ഗദാധര മുരാരി മുകുന്ദ ചന്ദ്രശേഖര വക്രേശ്വര ए सब पंडित लोके परम महत्व चैतन्य दास्य सभाय कारये उन्मत्त. സോ എല്ലാരും ശ്രീവാസ്, ഹരിദാസ്, രാമദാസ്, ഗദാധർ, മുരാരി, മുകുന്ദ, ചന്ദ്രശേഖര, വക്രേശ്വർ പണ്ഡിറ്റ് എല്ലാരും വന്നിട്ട് ഇനിയും പണ്ഡിതന്മാർ എല്ലാരും വന്നിട്ട് ഭഗവാന്റെ സേവകൻ എന്ന് കേൾക്കുമ്പോ തന്നെ അവർ അങ്ങനെ എന്താ പറയാ, സഭായ കറായെ ഉന്മത്ത മേക്സ് ദം മാഡ് പറഞ്ഞ അത്രയും ആനന്ദവും സന്തോഷവും അങ്ങനെ മത്ത് പിടിച്ച പോലെ അവര് ഭഗവത് സേവനത്തില് ആനന്ദമായിരിക്കുന്നു. എയ്മത്ത ഗായ നാച്ചേക്കാരെ അട്ടഹാസ ലോക ഉപദേശ ഹൗ ചൈതന്യര ദാസ. അവരെന്താ ചെയ്യണേ? എപ്പോഴും ആടി പാടി അട്ടഹാസ ലാഫിംഗ് ലൈക്ക് മാഡ്മൻ, അട്ടഹാസ ഭ്രാന്ത് പിടിച്ചവരെ പോലെ ചിരിച്ച് എല്ലാവരോടും പറയുന്നുണ്ട്, ചൈതന്യ മഹാപ്രഭുയുടെ സേവകന്മാരാവൂ, ചൈതന്യ മഹാപ്രഭുയുടെ സേവകരാവൂ, ചൈതന്യ ഗൗരംഗ മഹാപ്രഭുവിന്റെ സേവകരാവൂ എന്ന് പറഞ്ഞ് അവര് പറയുന്നുണ്ട്. ഇവര് മേലെ പറഞ്ഞ എല്ലാ ആചാര്യന്മാരും. ജയ്. ടെക്സ്റ്റ് നമ്പർ 52 ചൈതന്യ ഗോസാനി മോര കാരെ ഗുരു ജ്ഞാന തഥാപിഹ മോര ഹയ ദാസ അഭിമാന. അദ്വൈതാചാര്യ ചിന്തിക്കുന്നുണ്ട്, ചൈതന്യ മഹാപ്രഭു വന്നിട്ട് എന്നെ ഗുരുവായിട്ട് എന്നെ ഗുരുജ്ഞാന ആയിട്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കേവലം ഒരു സെർവന്റ് മാത്രമാണ്, ചൈതന്യ മഹാപ്രഭുവിന്റെ സെർവന്റ് മാത്രം. ദാസ അഭിമാന, I feel very happy in being the servant of Lord Chaitanya. ചൈതന്യ മഹാപ്രഭുവിന്റെ സേവനം ചെയ്യുന്നതിൽ വളരെ തൃപ്തനാണ് എന്ന് അദ്വൈതാചാര്യ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോ 53 വായിക്കാം നമ്മളിപ്പോ. കൃഷ്ണ പ്രേമര ഏക അപൂർവ പ്രഭാവ ഗുരു സമ ലഘു കെ കരായ ദാസ്യ ഭാവ. ഹരേ കൃഷ്ണ. നല്ല വലിയ പോപ്പൊട്ടെല്ലാം ഉണ്ട്. മാതാജീസ് ആരെങ്കിലും എനിക്ക് ഓർമ്മ വായിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി.
ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വായിക്കും മാതാജി. കൃഷ്ണപ്രേമത്തിന് ഈ ഒരു അപൂർവ ഭാവമുണ്ട്. അത് ഉത്കൃഷ്ടരിലും തുല്യരിലും ഇളയവരിലുമെല്ലാം ഭഗവത് സേവനത്തിനുള്ള ഉത്സാഹം നിറയ്ക്കുന്നു. ഹരേ കൃഷ്ണ. പേർപ്പോട്ടും കൂടെ ഒന്ന് വായിച്ചേട്ടെ മാതാജി. ഭക്തിയുത സേവനം രണ്ട് രീതിയിലുണ്ട്. ഭാവാർത്ഥം ബൈ ശിലപ്രഭ കി ജയ്. ഭക്തിയുത സേവനം രണ്ട് രീതിയിലുണ്ട്. പഞ്ചരാത്രിക വിധി അനുസരിച്ചുള്ളതും ഭാഗവത വിധി അനുസരിച്ചുള്ള പ്രേമഭരിത സേവന രീതിയും. പഞ്ചരാത്രിക തത്വങ്ങളുടെ രീതിയിൽ വ്യാപൃതരാകുന്നവരുടെ ഭഗവത് സേവനം ഏറെക്കുറെ ഐശ്വര്യത്തിന്റെയും ആദരവിന്റെയും തലത്തെ അവലംബിക്കുന്നു. പക്ഷേ രാധാകൃഷ്ണന്മാരുടെ ആരാധന പൂർണ്ണമായും ദിവ്യപ്രേമത്തിന്റെ വിധാനത്തിലുള്ളതാണ്. കൃഷ്ണനേക്കാൾ മുതിർന്നവരുടെ ഭാഗം സ്വീകരിക്കുന്നവർ പോലും ഭഗവാന് പ്രേമഭരിത സേവനം ചെയ്യുന്നതിനുള്ള അവസരമായി അതിനെ കാണുന്നു. കൃഷ്ണനേക്കാൾ മുതിർന്ന ഭാഗം സ്വീകരിക്കുന്നവരുടെ സേവന മനോഭാവം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവരുടെ സേവനത്തിന്റെ അത്യുത്കൃഷ്ടതയിൽ നിന്ന് അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കൃഷ്ണന് വേണ്ടിയുള്ള യശോദാ മാതാവിന്റെ സേവനം ഇതിന് വ്യക്തമായ ഉദാഹരണമാണ്. ഭഗവാന്റെ നാരായണ ഭാവത്തിൽ തനിക്ക് തുല്യമോ താഴെയോ ഉള്ളവരുടെ ഭാഗങ്ങൾ എടുക്കുന്ന സഹചാരികളുടെ സേവനങ്ങൾ മാത്രമേ നാരായണന് സ്വീകരിക്കാൻ കഴിയൂ. പക്ഷെ കൃഷ്ണ ഭഗവാന്റെ ഭാവത്തിൽ അവിടുന്ന് തന്നേക്കാൾ മുതിർന്നവരായ പിതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും കൂടാതെ തുല്യരുടെയും ഇളയവരുടെയും സേവനങ്ങൾ തുറന്നു സ്വീകരിക്കുന്നു. ഇത് വളരെ അതിശയകരമാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ കൃഷ്ണ പ്രേമം എന്ന് പറയുമ്പോ കൃഷ്ണപ്രേമത്തിലുള്ളവര് അവര് ഭഗവാന്റെ പൊസിഷനില് ഭഗവാനെക്കാട്ടിലും സുപ്പീരിയർ ആവാം, ഭഗവാന്റെ സമത്തിലുള്ളവരാവാം. ഭഗവാന്റെ സമത്തിൽ എന്ന് പറഞ്ഞാൽ ലീലയില്ല. ഭഗവാന്റെ സമത്തിൽ ആരുമില്ല. ഭഗവാനെക്കാട്ടിലും സുപ്പീരിയർ ആരില്ല, ഭഗവാനെക്കാട്ടിലും ഇൻഫീരിയർ ആയിട്ടും ആരും ഇല്ല. പക്ഷെ ഭഗവാൻ ഇവിടെ ഭൂലോകത്തില് അവതരിച്ച് ഇവിടെ താഴെ ഇറങ്ങി വരുമ്പോ ഭഗവാന് ആനന്ദം കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലവര് വന്നിട്ട് സുപ്പീരിയേഴ്സ് ആയിട്ട് എന്ന് പറയുമ്പോൾ അച്ഛനമ്മയുടെ സ്ഥാനത്തില് ജ്യേഷ്ഠനായിട്ട് നമ്മുടെ യശോദമ്മ, നന്ദബാബ, സുപ്പീരിയർ പൊസിഷനില് ബലറാം. ഇപ്പൊ ഇവരെല്ലാരും വന്നിട്ട് സുപ്പീരിയേഴ്സ്, എൽഡർലി ഗോപീസ് ഓഫ് വൃന്ദാവന, എൽഡർലി ഗോപാസ്, പ്രായത്തില് മുതിർന്ന ഗോപന്മാർ, അതുപോലെ പ്രായത്തില് മുതിർന്ന ഗോപിമാർ, ഇവരെല്ലാരും വന്നിട്ട് പെറ്റേണൽ മെറ്റേണൽ അഫെക്ഷൻ ആയിരുന്നു അവർക്ക് കൃഷ്ണന്റെ അടുത്ത്. സോ അവർ വന്നിട്ട് പൊസിഷനിൽ വന്നിട്ട് സുപ്പീരിയർ ആയിരുന്നു. അതുപോലെ ഈക്വൽസ് ആകുമ്പോൾ കൃഷ്ണന്റെ സഖാമാരെല്ലാരും സഖാവുകളായിരുന്നത്. അപ്പൊ ബലറാം വന്നിട്ട് ജ്യേഷ്ഠനായിട്ടുള്ളപ്പോ ചിലപ്പോ സുപ്പീരിയർ ആയിട്ട്, പിന്നെ കൃഷ്ണന്റെ കൂടെ കളിക്കുമ്പോൾ സഖാവായിട്ട്, അങ്ങനെയും. പിന്നെ ഇൻഫീരിയേഴ്സ് വന്നിട്ട് നമ്മുടെ സെർവന്റ് മൂഡ്, സെർവിറ്റർഷിപ്പ് മൂഡില് നമ്മുടെ ദാസ്യഭാവത്തില് ഉള്ള ഭക്തന്മാരുണ്ട്. അപ്പൊ ഏത് ഭക്തന്മാരായാലും എല്ലാരും വളരെ ഹാപ്പി ആയിരുന്നു. എങ്ങനെ ഭഗവത് സേവനം ചെയ്യുമ്പോൾ സെർവിറ്റർഷിപ്പ്. അവർ വന്നിട്ട് മാധുര്യ ഭാവത്തിലാവാം, ഇത് വാത്സല്യ ഭാവത്തില്, സഖ്യഭാവത്തില്, ദാസ്യഭാവത്തില്, ഇതുപോലെ ഏത് ഭാവത്തിൽ ഉണ്ടായാലും എല്ലാവരും വന്നിട്ട് ഭഗവത് സേവനം ചെയ്യുമ്പോൾ ദേ വെരി വെരി ഹാപ്പി. തീർച്ചയായിട്ടും ഒരു അമ്മ എന്ന് പറഞ്ഞാൽ സേവ ചെയ്യണം, ആ വീട്ടിലെ കുട്ടികൾക്കെല്ലാം സേവ ചെയ്യണം. അപ്പൊ വാത്സല്യ ഭാവത്തിലുള്ളവർ കൃഷ്ണനെ പുത്രനായി കരുതിയിട്ട് യശോദ അമ്മ, നന്ദബാബ, ദേവകി, വസുദേവ എല്ലാവരും അവരുടെ സർവീസ് വന്നിട്ട് വാത്സല്യ ഭാവത്തിലായിരുന്നു. ദേവ സർവിങ് കൃഷ്ണ ആൻഡ് വാത്സല്യ ഭാവ. അവിടെയും സെർവിറ്റർഷിപ്പ് ഉണ്ട്. ഭഗവാന് വേണ്ടി ഫുഡ് റെഡിയാക്കാം, ഭഗവാനെ കുളിപ്പിക്കുക, ഭഗവാന് ഡ്രസ് ചെയ്ത് കൊടുക്കുക, ഭഗവാന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ഭഗവാനെ വേണ്ടി. അപ്പൊ അവിടെ സർവീസ് ഉണ്ട്. പൊസിഷൻ, ഇൻഫീരിയർ പൊസിഷൻ, സുപ്പീരിയർ പൊസിഷൻ, എന്ന പൊസിഷൻ ആയാലും the love towards the supreme lord can be expressed only through service. I love you എന്ന് പറഞ്ഞിട്ട് ഒരു സർവീസ് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഒരു ഹസ്ബൻഡ് വൈഫിനോട് പറയുകയാണെങ്കിൽ, അമ്മ കുട്ടികളോട് പറയുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി വെച്ചു അങ്ങനെയെല്ലാം ചെയ്യുമ്പോഴാണ് they express their love through service. അപ്പൊ അതുപോലെ തന്നെ ഈ ഭാവത്തിലുള്ള എല്ലാവരും വന്നിട്ട് ഭഗവത് സേവനത്തിൽ വന്ന് വളരെ സന്തോഷം അനുഭവിച്ചു. അത് ഇനി കൃഷ്ണദാസ് കവിരാജ് മഹാരാജ് അടുത്ത ശ്ലോകത്തിൽ ഇനിയും പറയുന്നുണ്ട്. ഇഹാരപ പ്രമാണ ശൂന ശാസ്ത്രേര വ്യാഖ്യാന മഹത് അനുഭവയാത്തെ സുദൃഢ പ്രമാണ. സോ ഇതിന് ഓരോന്നിനും എക്സാമ്പിൾസ് കൊടുത്ത് താഴെ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദാസ്യഭാവത്തില് ഉള്ള കാറ്റഗറീസ് വന്നിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇനി കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് 55 and 56 വായിക്കാം. അന്യേര കഥവ്രജേ നന്ദ മഹാശായ താരസമ ഗുരു കൃഷ്ണേര ആരകേഹനായ
शुद्ध वात्सल्य ईश्वर ज्ञानी नहीं तारा, ताहा के ही प्रेमे कराय दास्य अनुकारा. Translation. Although no one is a more respected elder for Krishna than Nanda Maharaja in Braja, who in transcendental paternal love has knowledge that his son is the who in transcendental paternal love has no knowledge that his son is Supreme Personality of Godhead, still ecstatic love makes him, what to speak of other, feels himself to be servant of Lord Krishna. He has no knowledge. എന്റെ പുത്രൻ സാക്ഷാത് ദിവ്യ പുരുഷോത്തമ പരമപുരുഷോത്തമ ഭഗവാനാണെന്നുള്ളത് അവർക്ക് നോളജ് ഇല്ല. അങ്ങനെ അവർക്ക് തോന്നിയാലും അത് അവർ അംഗീകരിക്കില്ല, അക്സെപ്റ്റ് ചെയ്യില്ല. നോ മേ ബി ഹി ഈസ് സുപ്രീം ബട്ട് സ്റ്റിൽ ഹി ഈസ് മൈ വണ്ടർഫുൾ സൺ, അങ്ങനെ അവർ പറയുള്ളൂ. അപ്പൊ അവർ വന്നിട്ട് എന്തും ചെയ്യാൻ ആ ഒരു ദാസ്യഭാവത്തിൽ ഇപ്പം ഇത് വായിക്കുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമുക്ക് കൃഷ്ണൻ വന്നിട്ട് ഗോവർദ്ധനഗിരിക്ക് പൂജ ചെയ്താൽ മതി, ഇന്ദ്രപൂജ വേണ്ട എന്ന് പറയുമ്പോ കൊച്ചു ബാലകൻ പറയേണ്ടത് കേൾക്കേണ്ട ആവശ്യം എന്താണ് നന്ദബാബയ്ക്ക്? ബട്ട് ഹി ഫെൽറ്റ് കൃഷ്ണൻ പറയുന്നത് ശരിയാണ്. ആൻഡ് ഹി വാസ് ഇൻ ദാറ്റ് മൂഡ് ഓൾസോ. പറയുന്നത് കണ്ണൻ പറയുന്നത് ശരിയാണ്, അത് നമ്മൾ വന്നിട്ട് അംഗീകരിക്കണം, ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൊച്ചു ബാലകൻ പറഞ്ഞിട്ടും അതാണല്ലോ എന്ന് വിചാരിക്കാതെ ഇമ്മീഡിയറ്റ്ലി ഇന്ദ്രപൂജയ്ക്ക് ഒരുക്കി വെച്ച എല്ലാ അറേഞ്ച്മെന്റ്സും അങ്ങനെ ഈ ചേഞ്ച് ടു ഗിരിഗോവർദ്ധന വർഷിപ്പിന് വേണ്ടി എല്ലാം മാറ്റി വെച്ചു. അപ്പൊ he was very happy serving കൃഷ്ണ. കൃഷ്ണൻ പറഞ്ഞത് അത് ചെയ്യുന്നതിൽ നന്ദബാബ വന്നിട്ട് വളരെ ഹാപ്പി, സെർവിറ്റർഷിപ്പ് മൂഡിലായിരുന്നു അവര്. ഇപ്പോ 57th ശ്ലോകം നമുക്ക് വായിക്കാം. തെൻഹോരത്തി മത്തി മാകെ കൃഷ്ണേര ചരണേ താഹാര ശ്രീമുഖ വാണി താഹാ തേ പ്രമാണേ. അപ്പൊ he too prays for attachment and devotion to the lotus feet of Lord Krishna, as the words from his own mouth gives evidence. He too. ഇപ്പോൾ നന്ദബാബയെ തന്നെ, മഹാരാജിനെ തന്നെ അവര് പറയുന്നുണ്ട്. യെസ്, വാത്സല്യ രസത്തില് നന്ദ മഹാരാജ് എങ്ങനെ സെർവ് ചെയ്യുന്നു അത് താഴെ നമുക്കിനി വായിക്കാം. ശുന ഉദ്ധവ സത്യ കൃഷ്ണ अमर तनया तेनु ईश्वर है न यदि तुम्हारा मन लाया, तथापि तान हाथे रहु मोर मनोवृत्ति, तुम्हारा ईश्वर कृष्ण हौका मोर मति. My dear Uddhava, please hear me. In truth, Krishna is my son. But even if you think that he is God, I would still bear towards him my own feelings for my son. May my mind be attached to your Lord Krishna. ഉദ്ധവനോട് പറയാ നന്ദ മഹാരാജ് പറയുന്നു, കൃഷ്ണന്റെ സന്ന, ഈവൻ നീ വന്നിട്ട് കൃഷ്ണനെ ഭഗവാനായിട്ട് വിചാരിച്ചാലും ദാറ്റ് മീൻസ് ഐ എം നോട്ട് റെഡി ടു അക്സെപ്റ്റ് കൃഷ്ണ ഈസ് ഗോഡ്. ഉദ്ധവ, നീ വിചാരിക്കാം കൃഷ്ണൻ വന്നിട്ട് ഭഗവാനായിട്ട് നീ വിചാരിച്ചാലും I would still bear towards him my own feelings for my son. എനിക്ക് നീ വേണമെങ്കിൽ ഭഗവാനായിട്ട് വിചാരിച്ചു ഉദ്ധവ, കൃഷ്ണൻ വന്നിട്ട് കണ്ണൻ വന്നിട്ട് എന്റെ മോൻ തന്നെയാണ്. സോ എന്റെ മനസ്സ് എപ്പോഴും ആ ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് അറ്റാച്ച്ഡ് ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സോ നന്ദബാബ യശോദ അമ്മയും ഒരിക്കലും കൃഷ്ണനെ ഭഗവാനായിട്ട് അക്സെപ്റ്റ് ചെയ്തില്ല. ആരെങ്കിലും ഭഗവാൻ എന്ന് പറഞ്ഞാൽ മേ ബി ഈസ് ഗോഡ് ഫോർ യു, നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ സ്വാമി ആയിരിക്കാം, ഭഗവാനായിരിക്കാം. Text number 60. Manaso vrittayo nasyu. Manaso vrittayo nasyu Krishna padambujashraya. Vacho bidhainir namnam kayastat pravanadishu. May our minds be attached to the lotus feet of Lord Krishna. May our tongues chant his holy names, and may our bodies lie prostrate before him. Yes.
അപ്പൊ വാത്സല്യ ഭാവത്തിലുള്ള ഡിവോട്ടീസിന്റെ മനസ്സ് ഇങ്ങനെയാണ്. വാത്സല്യ ഭാവത്തിൽ അവർ ഉണ്ടായാലും അവരെന്താ വിചാരിക്കുന്നത്? എപ്പോഴും ഞങ്ങളുടെ മനസ്സ് എപ്പോഴും ഭഗവാന്റെ തൃപ്പാദത്തിൽ അറ്റാച്ച്ഡ് ആയിരിക്കട്ടെ, നാവിൽ എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ വരട്ടെ, എപ്പോഴും ഭഗവാന് നമ്മുടെ ശരീരം നമസ്കരിക്കട്ടെ എന്നുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്ക്. കർമ്മഭിർ ബ്രാഹ്മയാമാനാനാം യത്ര ക്വപി വരേച്ഛയാ മംഗളാചരിതേ ദാനൈ രതിർന കൃഷ്ണ ഈശ്വരേ. ശ്രീമദ് ഭാഗവതത്തിന്റെ വേഴ്സ് ആണിത്. നല്ല ഒരു പ്രാർത്ഥനയാ, ബ്യൂട്ടിഫുൾ പ്രേയർ. ഉദ്ധവരുടെ അടുത്ത് ഉദ്ധവർ വന്നിട്ട് മധുരയിലിരുന്ന് വന്നപ്പോ നന്ദബാബയോട് സംഘത്തിലുള്ള എല്ലാ അസോസിയേറ്റ്സും പറഞ്ഞതാണ്. വെരി ബ്യൂട്ടിഫുൾ. മാതാജി ഇതിന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കുമോ മാതാജി? വേറെവർ വി വാണ്ടർ എന്ന മെറ്റീരിയൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. ശില പ്രഭുപാദ്. കർമ്മത്തിന്റെ സ്വാധീനത്തിൽ ഈശ്വരേച്ഛയാൽ ഞങ്ങൾ ഭൗതിക ലോകത്തിൽ എവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞാലും ഞങ്ങളുടെ മംഗളകരമായ പ്രവൃത്തികളും ദാനവുമെല്ലാം കൃഷ്ണനിലുള്ള ഞങ്ങളുടെ ആസക്തി വർദ്ധിക്കാൻ കാരണമാകട്ടെ. ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുള്ള ഈ ശ്ലോകങ്ങൾ 10.47.66 and 67 നന്ദഗോപരുടെയും സഹവാസികളുടെയും നേതൃത്വത്തിലുള്ള വൃന്ദാവനവാസികൾ മധുരയിൽ നിന്ന് വന്ന ഉദ്ധവനോട് പറയുന്നതാണ്. ശില പ്രഭുപാദ് കി ജയ്. ശില പ്രഭുപാദ്. അപ്പോ ഇവിടെ എന്ത് ഗ്രേറ്റ് ഡിവോട്ടീസ് ആണ്. നമുക്ക് ആരെങ്കിലും ഒരാൾ അറിഞ്ഞാൽ ഉടനെ അവരുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ചെറിയ ഫേവർ കിട്ടുമോ? അങ്ങനെ തോന്നും. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ സാധിക്കാമോ? സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അങ്ങനെയെല്ലാം തോന്നും. വാട്ട് കൻ ഐ ഗെറ്റ് ഫോർ മൈസെൽഫ്? ഇവിടെ എന്താ അവർ പറയണേ? ഈ ഭൂലോകത്തെ കർമ്മത്തിന്റെ ഇൻഫ്ലുവൻസിൽ എവിടെ വേണമെങ്കിലും കർമ്മം മാറണം എന്ന് അവർ ചിന്തിക്കുന്നേ ഇല്ല. എന്നെ വന്നാലും അക്കോർഡിംഗ് ടു അവർ കർമ്മ വാട്ട് എവർ മേ കം ഇൻ ദ വേ, എന്നെ വേണമെങ്കിലും ഞങ്ങളുടെ കർമ്മപ്രകാരം എന്ത് വേണമെങ്കിലും വരട്ടെ, എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ, കർമ്മപ്രകാരം വരുന്നത് എല്ലാം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ബട്ട് ഞങ്ങൾ എന്ത് ചെറിയ കാര്യം ചെയ്താലും അത് ഭഗവാനെ ആകർഷിക്കണം. ജയ്. വണ്ടർഫുൾ പ്രേയേഴ്സ്. അപ്പോ അവർ വന്നിട്ട് വ്രജവാസികൾ വന്നിട്ട് യാതൊന്നും ആഗ്രഹിക്കുന്നില്ല. അവർ എന്ത് ചെയ്താലും അവരുടെ ശ്വാസത്തില്, അവരുടെ സംസാരത്തില്, അവരുടെ ആക്ടിവിറ്റീസില്, അവരുടെ സേവനത്തില് എല്ലാത്തിലും കൃഷ്ണ 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 കൃഷ്ണ. അത് ഭഗവാനെ ആകർഷിക്കണം എന്നല്ലാതെ വേറെ ആരെയും ആകർഷിക്കണം എന്നില്ല. നോട്ട് ടു അട്രാക്ട് എനിബഡി എൽസ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിലെ എന്തുമാതിരി സിറ്റുവേഷനിൽ അവർ ഉണ്ടായാലും, അവർ സഫർ തന്നെ ചെയ്യേണ്ടി വന്നാലും അവരുടെ ഒരേ ഒരു ആഗ്രഹം എന്താന്ന് വെച്ചാല് may our auspicious activities cause our attraction to Lord Krishna to increase. ഭഗവാന്റെ അടുത്തുള്ള ഞങ്ങളുടെ അട്രാക്ഷൻ ഇൻക്രീസ് ആവണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. ബൈ ഹാർട്ട് ചെയ്യേണ്ട വേഴ്സ്. ബ്യൂട്ടിഫുൾ വേഴ്സ്. അപ്പോ അതാണ് സെൽഫ്ലെസ് സർവീസ്. അതുകൊണ്ടാണ് നമ്മള് വ്രജഭക്തി അത് നമുക്ക് കിട്ടണമെന്ന് നമ്മള് പ്രാർത്ഥിക്കുന്നത്. ബിക്കോസ് അവരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് വന്നിട്ട് വളരെ ഹൈ ആണ്. എന്നിട്ട് തൻ മൻ ധൻ എല്ലാം കായ വാച മനസ കർമ്മന എല്ലാത്തിലും കൃഷ്ണ ആൻഡ് ഓൺലി കൃഷ്ണ. കൃഷ്ണനുക്ക് ഭഗവാൻ ആകർഷണാകണം. ഭൗതിക ലോകത്തിലുള്ളവരെല്ലാരും മറ്റുള്ളവരെ ആകർഷിക്കണം. സൊസൈറ്റിയിൽ നല്ല പേരെടുക്കണം, നല്ല ധനം സമ്പാദിക്കണം, ഞാൻ ഇത് നേടണം അത് നേടണം. ഹിമാലയ പർവ്വതം, മേരു പർവ്വതത്തിനെക്കാട്ടിലും വലിയ ആഗ്രഹങ്ങളും മനസ്സിലെ മാലിന്യങ്ങൾ എല്ലാം ഉണ്ട്. അത് നേടണം ഇത് നേടണം എന്നല്ല. പക്ഷെ ഇവിടെ ഭഗവാന്റെ ഭക്തന്മാരൻ നന്ദമഹാരാജാവും നന്ദമഹാരാജന്റെ കൂടെ എല്ലാ പ്രജവാസികളുടെ പ്രാർത്ഥന എന്താ? May our auspicious activities cause our attraction to Lord Krishna to increase. അപ്പൊ 100% പ്യുവർ ലവ്, 100% പ്യുവർ ഡിവോഷണൽ സർവീസ്, ഭക്തിയുടെ സേവനം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ അവിടെ ജസ്റ്റ് അങ്ങ് നോക്കുപോലും ഉള്ളൂ. പ്യുവർ 100% പ്യുവർ.
ഇവിടുത്തെ മീൻ ലോക്കൽ ഈ അഗ്മാർക്ക് വാട്ടർ അതുപോലത്തെ എന്നോ ബ്രാൻഡ് എല്ലാം ഉണ്ടല്ലോ, പ്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ്, അതെല്ലാം ഭഗവാന്റെ സ്റ്റാൻഡേർഡ്സ് ആർ വെരി വെരി ഹൈ. ഭഗവാൻ അട്രാക്ട് ചെയ്യണമെങ്കിൽ അത്ര സ്റ്റാൻഡേർഡ് ഓഫ് അഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ വന്നിട്ട് അട്രാക്ട് ആവുള്ളൂ. സോ അതുപോലത്തെ ഹൈ ക്ലാസ് ഡിവോട്ടീസ് ആയിരുന്നു ബ്രജവാസികൾ. ഇപ്പൊ നമുക്ക് 62 വേഴ്സ് വായിക്കാം. ശ്രീധാമാദി വ്രജയത സഖാര നിശ്ചയ ഐശ്വര്യ ജ്ഞാനഹീന കേവല സഖ്യ മായ. Lord Krishna's friends in Vrindavana, headed by Sridhama, have pure fraternal affection for Lord Krishna, and and have no idea of his opulences. Sridhama, Sudama, Madhumangala, Stota Krishna, நிறைய ഫ്രണ്ട്സ് ഉണ്ട്. ഇഷ്ടംപോലെ ഒരു വലിയ പട്ടാളം ഉണ്ട് ഫ്രണ്ട്സ് എല്ലാവരും. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കൃഷ്ണന്റെ കൂടെ കളിക്കാനും പിടിക്കാനും കഴിക്കാനും എല്ലാവർക്കും ഇഷ്ടം. ബട്ട് they have no idea of his opulences. ഭഗവാനാണെന്നുള്ളത് അറിയേയില്ല. ഗിരിഗോവർദ്ധന മലയെ ഭഗവാൻ പൊക്കി പിടിച്ചപ്പോ എല്ലാവരും അവരവരുടെ ലാട്ടി എടുത്ത് ഇങ്ങനെ പിടിക്കാൻ തുടങ്ങി. കൃഷ്ണൻ താഴെ ഇട്ട, കൃഷ്ണൻ പാവമില്ലേ, നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് എല്ലാ ഗോപന്മാരുടെ ഫ്രണ്ട്സ് എല്ലാവരും അവരവരുടെ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ ഗോവർദ്ധന പർവ്വതത്തെ വന്ന് താങ്ങി പിടിക്കുമായിരുന്നു. സോ ദേ വർ നോട്ട് റെഡി ടു അക്സെപ്റ്റ്. അകാസുര ബകാസുര മാതിരി വലിയ വലിയ അസുരന്മാരെല്ലാം വധിച്ചാലും പക്ഷെ മഹാവിഷ്ണുവിന്റെ സ്പെഷ്യൽ അനുഗ്രഹമുണ്ട്, ഈശ്വരന്റെ ഭഗവാന്റെ അനുഗ്രഹമുണ്ട്, അതുകൊണ്ട് കൃഷ്ണൻ ഇതെല്ലാം ചെയ്യുന്നു. കൃഷ്ണനെ ഭഗവാനായിട്ട് ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്തേ ഇല്ല. ഭഗവാന്റെ ഐശ്വര്യത്തില് വന്നിട്ട് അവർ മയങ്ങിയവരല്ല. ഭഗവാന്റെ അടുത്തുള്ള 100% പ്യുവർ ലവില് അവര്, പ്യുവർ സ്നേഹത്തില് അവര് അട്രാക്റ്റഡ് ആയിരുന്നു. ഇപ്പൊ നേരത്തെ നമ്മൾ വന്നിട്ട് വാത്സല്യ രസ കണ്ടു, എൽഡർലി ഗോപീസ് ആൻഡ് ഗോപാസ്. ഇപ്പൊ നമ്മള് ഫ്രറ്റേണൽ ഫ്രണ്ട്സ് ഓഫ് കൃഷ്ണ. ഇപ്പൊ നമ്മള് സാഖ്യഭാവത്തില് ഉള്ള ഭക്തന്മാരെ കുറിച്ച് ഇപ്പൊ നമ്മൾ കണ്ടു. ഈ ഭാവത്തിലുള്ളവരും ഭഗവാനെ വന്നിട്ട് സേവ ചെയ്യുമ്പോ പരമാനന്ദം അനുഭവിക്കുന്നു. കൃഷ്ണ സംഗേ യുദ്ധകരേ സ്കന്ദേ ആരോഹണ താരാദാസ്യ ഭാവേ കരേ ചരണ സേവന. സോ അവര് നല്ല ഗുസ്തിയെല്ലാം ഉണ്ടാവും, ഫൈറ്റ് ചെയ്യും. നമ്മള് കണ്ടു മറ്റേ പ്രളംബാസുര വധ, അതുപോലെല്ല രണ്ട് സൈഡ് വന്നിട്ട് ടഗ് ഓഫ് വാർ കളിക്കും. കളിച്ചിട്ട് വടംവലി കളിച്ചിട്ട് തോക്കുന്നവർ വന്നിട്ട് ജയിക്കുന്നവർ വന്ന് തോളത്തെടുക്കും. അങ്ങനെ ബാക്കി ഗോപന്മാരെല്ലാം വന്നിട്ട് കൃഷ്ണന്റെ തോളത്ത് കയറി ചാടി അങ്ങനെയെല്ലാം വന്ന് കളിക്കും. എന്നാലും അവർ കളിച്ചാലും അവരുടെ മനസ്സിലെ ഫുള്ള് വന്നിട്ട് സെർവിറ്റ്യൂഡ് ഭാവം, സേവഭാവം, സേവന ഭാവം മാത്രമേ ഉള്ളൂ അവർക്ക്. അവർ കൂടെ എല്ലാം കളിച്ച എല്ലാം ചെയ്താലും അവർ വന്നിട്ട് they always know deep in their heart we are all servants of Krishna. ഭഗവാന്റെ സേവകന്മാരാണ് നമ്മളെന്നുള്ള ഒരു ഭാവം 100% അവർ നല്ലപോലെ അറിഞ്ഞിരുന്നു. സഖാവുകൾ, ഫ്രണ്ട്സ് അവർക്കും. നമ്മൾ 64 പാദസംവാഹനം ചക്രു കേചിത് തസ്യ മഹാത്മനഃ അപരേ ഹത പാപ്മാനോ വ്യജനൈ സമവിജയൻ. ഇപ്പൊ ഇതില് പാദ സംവാഹനം, ഇപ്പൊ ചില ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് സേവഭാവത്തില് ഭഗവാനെ വന്നിട്ട് ഭഗവാന്റെ പാദങ്ങളെ മസാജ് ചെയ്തു. പിന്നെ കേചിത് തസ്യ മഹാത്മാന അപരേ ഹത പാപ്മാനോ വ്യജനൈ സംവിജയൻ. അപ്പൊ and others whose sinful reactions had been destroyed fanned him with handheld fans. അപ്പോ ഇവിടെ ഒരു ഫ്രണ്ട്സിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അപരേ ഹത പാപ്മാനോ, പാപ്മാനോ ആരുടെ പാപങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ്. എങ്ങനെ?
അവര് വന്നിട്ട് കയ്യില് ഫാൻ എടുത്ത് ഇങ്ങനെ ഭഗവാനെ വീശി കൊടുക്കുമായിരുന്നു എന്ന്. ഭഗവത് സേവനം ചെയ്യണമെങ്കിൽ അവരുടെ എല്ലാ പാപങ്ങളും പോയ 100% പ്യുവർ 100% പ്യുവർ ആയിട്ടുള്ളവരെ വന്നിട്ട് ഭഗവാന്റെ പ്യുവർ ഡിവോഷണൽ സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ ആയിരുന്നു ഭഗവാന്റെ ഫ്രണ്ട്സ്. ഈവൻ ബലരാമൻ പോലും ഭഗവാന് മടിയിൽ ഭഗവാന്റെ പാദം എല്ലാം കൂടെ മസാജ് ചെയ്ത് കൊടുക്കുമായിരുന്നു ബലരാമൻ. എല്ലാരും വന്നിട്ട് ഭഗവാനെ സേവ ചെയ്യണം എന്നുള്ളതാണ് അവരുടെ. സോ ഈ വേഴ്സ് വന്നിട്ട് ഭാഗവതത്തില് 10.15.17 ധേനുകാസുര വധത്തില് വന്നിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ധേനുകാസുരൻ എന്ത് അസുരനായിരുന്നു? ഏത് രൂപത്തിൽ വന്ന അസുരനായിരുന്നു ധേനുകാസുരൻ? കഴുതൈ. യെസ്, ഡോങ്കി രൂപത്തിൽ വന്ന അസുരനായിരുന്നു ധേനുകാസുരൻ. അപ്പൊ ധേനുകാസുരൻ വന്നിട്ട് ധേനുകാസുരനെ വന്നിട്ട് വധിച്ചത് നമ്മുടെ ബലദേവനാണ്. ബൽറാംജി, സ്പിരിച്വൽ മാസ്റ്റർ, ആധ്യാത്മിക ഗുരു ബൽറാമനാണ് ധേനുകാസുരനെ വന്നിട്ട് വധം ചെയ്തത്. അപ്പൊ ഒരു ലെക്ചറില് രാധാനാഥ് മഹാരാജ് വളരെ ബ്യൂട്ടിഫുൾ ആയി പറയുന്നുണ്ട് ധേനുകാസുര വധത്തിനെ കുറിച്ച് പറയുമ്പോ. ധേനുകാസുര വധത്തിനെ കുറിച്ച് പറയുമ്പോ രാധാനാഥ് മഹാരാജ് പറയുന്നുണ്ട്, നമ്മുടെ ഹാർട്ട്സ് വന്നിട്ട്, നമ്മുടെ ഹൃദയം വന്നിട്ട് താലവണം പോലെയാണ്. ആ താലവണം എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാൻ വന്നിട്ട് അവിടെ താമസിച്ച് ഭഗവാന്റെ ആനന്ദമായ ലീലകളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് താലവണ ഫോറസ്റ്റ്. ആ താലവണ ഫോറസ്റ്റില്, നമ്മുടെ ഹൃദയമാവുന്ന താലവണ ഫോറസ്റ്റില് നമുക്ക് വന്നിട്ട് ഭഗവാന് ഓഫർ ചെയ്യാൻ ശുദ്ധ പ്രേമം ഉണ്ടാവണം. ആക്ച്വലി പ്രേമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ താലവണ ഫോറസ്റ്റില് ഫ്രൂട്ട്സ് ഒന്നും ഇല്ല. നമ്മുടെ ഹൃദയമാവുന്ന താലവണത്തില് യാതൊരു ഫ്രൂട്ട്സും അവിടെ ഇല്ല. അവിടെ എന്താ ഉള്ളത്? അവിടെ ഇപ്പൊ ധേനുകാസുരനാ ഉള്ളത്. ധേനുകാസുരനും ധേനുകാസുരയുടെ അസോസിയേറ്റ്സ്, അവരുടെ ധേനുകാസുരന്റെ ഫ്രണ്ട്സ്. അപ്പോ ഭഗവാന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം വന്നിട്ട് ധേനുകാസുരൻ വന്നിട്ട് ഭഗവാന് ഓഫർ ചെയ്യാതെ ധേനുകാസുരന്റെ ഫ്രണ്ട്സും പിന്നെ കംസന് ഫസ്റ്റ് ക്ലാസ് ലിക്കർ ഉണ്ടാക്കി അയക്കുമായിരുന്നു ആ ഫോറസ്റ്റില്. ഭഗവാന് ഓഫർ ചെയ്യാതെ അവർ തന്നെ എൻജോയ് ചെയ്യുമായിരുന്നു. ആക്ച്വലി ഈ താലവണം വന്നിട്ട് ഭഗവാൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ് ആണ്. അവിടെ ഉള്ള ആ ഫ്രൂട്ടാണ്, ആക്ച്വൽ ഫ്രൂട്ടാണ് കൃഷ്ണപ്രേമ. അതാണ് നമ്മള് രാവിലെ എപ്പോഴും പറയില്ലേ, നമ്മള് കൃഷ്ണപ്രേം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജപം ചെയ്യുന്നത്. ആ കൃഷ്ണപ്രേമമാണ് ഫ്രൂട്ട്സ്. ദാറ്റ് ഫ്രൂട്ട്സ് വി ഹാവ് ടു ഓഫർ ടു കൃഷ്ണ. അതാണ് നമ്മൾ ഭഗവാന് വേണ്ടി ഓഫർ ചെയ്യേണ്ടത്. പക്ഷേ ഭഗവാന് വേണ്ടി, സാറ്റിസ്ഫാക്ഷന് വേണ്ടി കിട്ടേണ്ടതെല്ലാം ഇപ്പൊ എന്തായിരിക്കുന്നു? ഇപ്പൊ നമ്മുടെ ഹൃദയത്തിലെ ധേനുകാസുരന്മാർ കുറെ പേരുണ്ട്. ആരെല്ലാം? കാമക്രോധ ലോകം മോഹാദി, ലസ്റ്റ്, ആങ്കർ, എൻവി, ഗ്രീഡ്, പ്രൈഡ്, ഇല്യൂഷൻ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട് എന്ന്. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മള് അതെല്ലാം നിറഞ്ഞിരിക്കുമ്പോ നമ്മൾ കൂടുതൽ വന്നിട്ട് സെൽഫിഷ് ആവുന്നു, ഈഗോയിസ്റ്റിക് ആവുമ്പോ നമുക്ക് വന്നിട്ട് എന്താ ചെയ്യാം? എല്ലാ ദിവസവും വന്നിട്ട് നമ്മൾ ഭഗവാന്റെ തിരുനാമങ്ങളെ ജപിച്ചാലും അത് വന്ന് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പോകുന്നില്ല. എന്തുകൊണ്ട് പോകുന്നില്ല? ഒരുപാട് അസുരന്മാർ അവിടെ ഉണ്ട്. അപ്പോ ബൽറാംജി വന്നിട്ട് ഗുരു, നമ്മുടെ ബൽറാംജിയാണ് എന്താ പറയാ, ധേനുകാസുരനെ വധിക്കുന്നത്. അപ്പൊ ബലറാംജി അതുപോലെ തന്നെ നമ്മുടെ ആധ്യാത്മിക ഗുരു, നമ്മുടെ ഗുരു മഹാരാജ്, ഗുരുദേവൻ എന്ത് ചെയ്യുന്നു? അവരുടെ ഇൻസ്ട്രക്ഷൻസ്, അവരുടെ ഇൻസ്പിറേഷൻ, അവരുടെ ഇൻസ്ട്രക്ഷൻസിൽ വന്ന് അവരുടെ എക്സാമ്പിൾ, അവരുടെ പേഴ്സണൽ എക്സാമ്പിൾ, അവർ ചുമ്മാ ഉപദേശിക്കുക മാത്രമല്ല, അവരുടെ ജീവിതത്തില് എല്ലാ സ്റ്റേജിലും അവർ കാണിച്ചു തന്നു. ചെയ്തിട്ട് അതുപോലെ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് കാണിച്ചു കൊടുത്തു. നമ്മുടെ ഫോൾസ് ഈഗോകള് കംപ്ലീറ്റ്ലി അത് വന്നിട്ട് ബ്രേക്ക് ചെയ്യാൻ വന്ന് ശ്രമിക്കുന്നു നമ്മുടെ ഗുരു മഹാരാജിന്റെ ഇൻസ്ട്രക്ഷൻസ്. അപ്പം അങ്ങനെ വന്ന് അപ്പൊ എന്താവും? ബൽറാംജി വന്നിട്ട് താലവണത്തിൽ പോയി ആ താലവൃക്ഷങ്ങളെല്ലാം പിടിച്ചിങ്ങനെ ഉലുക്കിയെടുത്തപ്പോ അവിടെയുള്ള ഫ്രൂട്ട്സ് എല്ലാം വന്ന് താഴെ വീണു. അതുപോലെ ഗുരു മഹാരാജിന്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വന്ന് ചിലതെല്ലാം വന്ന് നമുക്ക് വളരെ ടഫാണ്. ജസ്റ്റ് ഇമാജിൻ 24 hours നമ്മുടെ ഗുരു മഹാരാജ് നമ്മുടെ മുമ്പിൽ ഇരുന്ന് നമ്മളെ കാണുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. നമ്മൾ മനസ്സിൽ ഒന്നും വെച്ചിട്ട്
കാപ്പട്ടിയമ്മ വെളിയിൽ വന്ന് പറയുന്നു, യെസ് മാതാജി, യാ മാതാജി, സോ നൈസ്. നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യവും സങ്കടം എല്ലാം വരുന്നു. ഇരുന്നാലും വെളിയിൽ വന്നിട്ട് ആർട്ടിഫിഷ്യലി ഒരു സ്മൈൽ എല്ലാം ഇട്ടിട്ട് ഓക്കെ നമ്മൾ അങ്ങനെ ഭഗവാൻ വന്നിട്ട് അപ്പൊ ഇഫ് കൃഷ്ണ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് us, ഇഫ് ഗുരു മഹാരാജ് ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് us, നമ്മുടെ ആക്ടിവിറ്റീസ് എങ്ങനെ അപ്പൊ അത് 24 hours ഓർക്കുന്ന ഒരു ഭക്തൻ വന്നിട്ട് 100% അവരുടെ ലൈഫ് വന്നിട്ട് വളരെ സക്സസ്ഫുൾ ആക്കും. അപ്പൊ ഗുരു മഹാരാജ് മുമ്പിലേ ഉണ്ട് എന്നുള്ളപ്പോ എങ്ങനെ വന്നിട്ട് ബലറാംജി വന്നിട്ട് ആ താലവനത്തിലുള്ള എല്ലാ ഫ്രൂട്ട്സേയും ഷേക്ക് ചെയ്ത് അതെല്ലാം ഭഗവാന് ഓഫർ ചെയ്തോ, അതുപോലെ നമ്മുടെ ആധ്യാത്മിക ഗുരു വന്ന് നമ്മുടെ ഹൃദയത്തിലുള്ള കാമ, ക്രോധ, ലോഭ, മോഹ, മതം, ആശ്ചര്യം ഇതെല്ലാറ്റിലും വന്നിട്ട് ഡിസ്ട്രോയ് ചെയ്ത് നമ്മുടെ ഹാർട്ടിലുള്ള എല്ലാ മാലിന്യങ്ങളെയും എല്ലാം ഡിസ്ട്രോയ് ചെയ്തിട്ട് ഭഗവാൻ വന്നിട്ട് നമ്മുടെ ഹൃദയമാവുന്ന താലവനത്തിൽ എൻ്റർ ചെയ്യാൻ അവര് അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നുണ്ട്. അതർവൈസ് അവർ ഹാർട്ട് ഈസ് വെരി ബാഡ്. അത്ര ഡേർട്ടി ആയിട്ടുള്ള പ്ലേസ് ആണ്. സോ ധേനുകാസുരൻ വന്നിട്ട് ഒരു അത് ആധ്യാത്മിക ഗുരുവിടെ കൃപ കൊണ്ട് നമുക്ക് ഭഗവാന് നമ്മുടെ ഹൃദയത്തില് പ്രവേശനം ചെയ്യാൻ പറ്റും. അതർവൈസ് നമ്മുടെ ഹൃദയം വന്നിട്ട് വളരെ മാലിന്യമാണെന്ന്. പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ലെസൺ എന്താ നമുക്ക് ധേനുകാസുരന്റെ അടുത്ത് കിട്ടുന്നെന്ന് വെച്ചാൽ, ധേനുകാസുരൻ മുഖാന്തരം ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാല്, കഴുതെന്ന് പറഞ്ഞാല് എപ്പോഴും വലിയ വലിയ പൊതി ചുമക്കുന്നതാണ് കഴുത. അപ്പൊ നമ്മൾ വന്നിട്ട് ഈ മായയില് മുങ്ങിയിരിക്കുമ്പോ പൂർവജന്മത്തിന്റെ വാസനകളും നമ്മുടെ കർമ്മ ഫലം എല്ലാം കൂടെ വലിയൊരു കെട്ട് പൊതി എടുക്കാൻ വയ്യാതെ കഴുത വന്ന് ചുമക്കുന്ന മാതിരിയാണ് നമ്മൾ നമ്മുടെ പാപങ്ങളുടെ ഒരു ഹെവി ലോഡ് നമ്മുടെ മേലെ വെച്ചിട്ട് നടക്കുന്നു. അപ്പൊ ഇത് വന്നിട്ട് നമ്മൾ വിചാരിക്കുന്നു നമ്മളോட ഹാർഡ് വർക്ക് വെച്ചിട്ട് നമ്മളെ ഈഗോ വന്നിട്ട് തൃപ്തി ചെയ്താല് നമ്മൾ കുറെ എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഓൾറെഡി ഒരു വലിയ ലോഡ് ഉണ്ട്, കർമ്മ ഭാരം ഓൾറെഡി ഉണ്ട്, കർമ്മത്തിന്റെ എന്താ പറയാ ഹെവി ലോഡ് ഓൾറെഡി ഉണ്ട്. എന്നിട്ടും എന്താ പറയാ നമുക്ക് വന്നിട്ട് ഈഗോയിസ്റ്റിക് ആയിട്ട് കുറെ ആഗ്രഹങ്ങളെല്ലാം ഉണ്ട്. അത് സാധിക്കണം, ഇത് സാധിക്കണം, അങ്ങനെ വേണം, ഇങ്ങനെ. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മുടെ എപ്പോ കൃഷ്ണപ്രേമ ഇല്ലാതെ സെൽഫിഷ് നേച്ചർ എത്തി നോക്കുന്നുണ്ടോ അപ്പൊ എന്താവും, ഉടനെ നമുക്ക് സൊസൈറ്റിയിലെ പ്രശ്നം ഉണ്ടാവും, ഫാമിലിയുടെ അകത്ത് പ്രശ്നം ഉണ്ടാവും, എല്ലാവിടെയും വന്ന് പ്രോബ്ലംസ് ഉണ്ടാവും. സോ then we get problems from everywhere. എല്ലാവിടെയും സൊസൈറ്റിയിലെ, ഫാമിലിയിലെ, റിലേഷൻഷിപ്പിലെ എല്ലാവിടെയും പ്രോബ്ലം വരും നമ്മുടെ ഈഗോയിസ്റ്റിക് ഡിസയേഴ്സ് ഉണ്ടെങ്കിൽ. അപ്പൊ അത് എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, only thing is then we'll be kicked by Maya again and again and again. നമ്മൾ വന്നിട്ട് കഴുതകളെ പോലെ ഭാരം ചുമക്കാൻ വയ്യാതെ കഴുതകൾ നടക്കുന്ന മാതിരി നമ്മുടെ കപ്പാസിറ്റിയും കാട്ടിലും കൂടുതൽ വന്നിട്ട് നമ്മള് മായയ്ക്ക് വേണ്ടി ഭഗവാന്റെ സർവീസില് യു ക്യാൻ ഇൻവോൾവ് ആസ് മച്ച് ആസ് യു ക്യാൻ. ബട്ട് വിതൗട്ട് കൃഷ്ണ നമ്മള് സേവകളെല്ലാം കുറെ നമ്മൾ ചെയ്യുമ്പോ അത് വന്നിട്ട് ഇവരെല്ലാവരെയും തൃപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ബട്ട് വി ക്യാൻ നെവർ മേക്ക് എനിബഡി ഹാപ്പി ഇൻ ദിസ് വേൾഡ് ഇഫ് വി ആർ നോട്ട് ഏബിൾ ടു മേക്ക് devotee of Krishna happy, or directly serve Krishna. Only then we will really be happy. We are thinking, okay, I will satisfy my boss, I will satisfy my wife, I will satisfy my neighbor, I will satisfy my relatives, I will satisfy my XYZ. Not at all possible. It is not at all possible. We will be again and again kicked by Maya വന്നിട്ട് നമ്മളെ വീണ്ടും കിക്ക് ചെയ്യും. അപ്പം ധേനുകാസുരൻ വന്നിട്ട് പോലെയാണ് നമ്മുടെ ഹൃദയം ഇപ്പോ. അപ്പൊ അവിടെ ബൽറാംജിയെ പ്രവേശിക്കണം, ബൽറാംജി ആ താലവനത്തിന്റെ അകത്ത് വരണം, ബൽറാംജി അകത്ത് വന്നിട്ട് കാമക്രോധ, ലോഭ, മോഹ, മതം, ആശ്ചര്യം ഇതെല്ലാം തട്ടി കളഞ്ഞ് ഹൃദയത്തിനെ വൃത്തിയാക്കി ആ താലവനത്തിലെ നല്ല ഫ്രൂട്ട്സ് എല്ലാം വന്ന് അപ്പൊ ആ പഴങ്ങളെ ആസ്വദിക്കാൻ വേണ്ടി ഭഗവാൻ വന്നിട്ട് നമ്മുടെ ഹൃദയമാവുന്ന താലവനത്തില് ഭഗവാൻ എൻ്റർ ആവും. ഇതാണ് ആധ്യാത്മിക ഗുരുവിന്റെ കൃപ കൊണ്ട്. അതർവൈസ് വി ആർ നോട്ട് അറ്റ് ഓൾ ക്വാളിഫൈഡ്. സോ ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻസ്, ഗുരുവിന്റെ ആദേശങ്ങൾ വന്നിട്ട് പാലിക്കണം എന്ന്. സോ ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ ലെക്ചർ. അതിൽ വന്നിട്ട് മഹാരാജ് അങ്ങനെ പറയുമായിരുന്നു. സോ ഇപ്പൊ അങ്ങനെ ആവുമ്പോ ഹൃദയത്തില് വന്നിട്ട് മാലിന്യം തീരെ ഇല്ലാതെ ഉള്ളപ്പോ ഭഗവാന്റെ ഫ്രണ്ട്സ് ചെയ്യുന്ന മാതിരി and others whose sinful reactions had been destroyed fanned him. എല്ലാ സിൻഫുൾ റിയാക്ഷൻസും ഡിസ്ട്രോയ് ആവും അവിടെ.
അപ്പോഴാണ് നമ്മുടെ ആധ്യാത്മിക ഗുരു അകത്ത് വരുമ്പോ ബൽറാംജി അകത്ത് വരുമ്പോ നമ്മുടെ ഹൃദയത്തിലുള്ള പ്രളംബാസുരനെ എടുത്ത് കളഞ്ഞ പിന്നെ നമ്മുടെ ഹൃദയത്തില് ദ ബെസ്റ്റ് ഫ്രൂട്ട്സ് ഓഫ് താലവൻ ഈസ് ഓഫർ ടു കൃഷ്ണ. നമ്മുടെ ഹൃദയത്തിലെ കൃഷ്ണപ്രേമം വളർന്ന് അത് വന്നിട്ട് ഭഗവാന്റെ പാദത്തില് ഗുരു മഹാരാജിന്റെ അനുഗ്രഹത്തോട്, ഗുരു മഹാരാജിന്റെ അനുഗ്രഹം കൊണ്ട് അഗൈൻ വി ആർ നോട്ട് അറ്റ് ഓൾ ക്വാളിഫൈഡ്. നമുക്ക് യാതൊരു ക്വാളിഫിക്കേഷൻ അവിടെ ഇല്ല. ജസ്റ്റ് ബൈ ദ മേഴ്സി ഓഫ് സ്പിരിച്വൽ മാസ്റ്റർ, സീനിയർ വൈഷ്ണവാസ്, ഗുരു പരമ്പര, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റി, നമ്മുടെ സേവയിലുള്ള സേവ എന്നുള്ള പേരിൽ നമ്മൾ ചെയ്യുന്ന അപരാധങ്ങൾ എന്താ പറയാ എല്ലാം പ്യൂരിഫൈ ചെയ്ത് അത് വന്നിട്ട് ഭഗവാന്റെ പാദത്തിൽ ആ ഫ്രൂട്ട്സ് വന്നിട്ട് ഓഫർ ചെയ്യും എന്ന് പറയുന്നുണ്ട്. വെരി നൈസ്. ബ്യൂട്ടിഫുൾ. നല്ല സോ ഭഗവാന്റെ സേവകൻ എന്ന് പറയുമ്പോൾ ഇവരെല്ലാം വളരെ അഭിമാനം എടുക്കുന്നുണ്ട്. ദേ ഫീൽ വെരി ഹാപ്പി ദാറ്റ് ദേ ആർ സെർവൻസ് ഓഫ് ലോർഡ് കൃഷ്ണ. അതുപോലെ തന്നെ ഇനി ഗോപിഗണങ്ങൾ എല്ലാരും ഇപ്പൊ നമ്മൾ സാക്യരസ വരെ കണ്ടു. ഇനി അടുത്തത് മാധുര്യ രസത്തില് വരുന്ന ഗോപി ഗണങ്ങളെ കുറിച്ചാ പറയുന്നത്. ഇനി ഗോപിമാരുടെ ഇത് പിന്നെ ശ്രീമതി രാധാറാണി അവരെല്ലാം വന്നിട്ട് ഭഗവാന്റെ സേവ ചെയ്യുമ്പോൾ എത്ര ഹാപ്പി ആവുന്നു എന്നുള്ളതെല്ലാം ഇപ്പോ സ്റ്റാർട്ടിങ് നമ്മൾ കണ്ടു വൈകുണ്ഠ ലോകത്തിലുള്ള ലക്ഷ്മിമാരും വളരെ ഹാപ്പി ആവുന്നു ഭഗവാന്റെ സേവകന്മാരെന്ന് പറയുമ്പോൾ. പിന്നെ എല്ലാ ഭാവത്തിലുള്ള ഡിവോട്ടീസും ഭഗവത് സേവകന്മാരെന്ന് അറിയുമ്പോൾ, ഭഗവാന്റെ സേവനം ചെയ്യുമ്പോൾ അവർ വന്നിട്ട് they become fully happy. എല്ലാവരും ഭഗവാന്റെ ദാസനാണ്, ദാസിമാരാന്നുള്ള ഭാവത്തിലാണ് വളരെ ഹാപ്പി ആവുന്നത്. ഇനി അടുത്ത് വന്നിട്ട് 65-66 കൃഷ്ണേര പ്രയാസി വ്രജയത ഗോപിഗണ യാൻപാദ ധൂളി കരേ ഉദ്ധവ പ്രാർത്ഥന യാൻ സഭാര ഉപാരെ കൃഷ്ണേര പ്രിയ നാഹിയാന താൻഹാര apana ke kare dasi abhimana. Even the beloved girlfriends of Krishna and Vrindavana, the gopis, the dust of whose feet are desired by Sri Uddhava and who are more dear to Krishna than anyone else, regard themselves as Krishna's maid servants. So ellarum endha cheyna they are very happy. Nan Bhagavante dasiyana, Bhagavad dasiyana, Bhagavante dasanana, dasiyana ennu parayunnalla avaru valare sandoshamaavunu. യെസ്. സോ അടുത്ത എക്സ്പ്ലനേഷൻ நிறைய വരും. സോ നമുക്ക് ഇതോടെ കൂടെ നിർത്താം, 65-66ഓടെ നിർത്താം. സോ അൾട്ടിമേറ്റ്ലി ടു ബിക്കം സെർവന്റ് ഓഫ് ലോർഡ്, അതാണ് ഈ മൊത്തം ഇതുവരെ വായിച്ചതിൽ നമ്മൾ വന്നിട്ട് മോർ ആൻഡ് മോർ പ്യുവർ ആയിരിക്കണം. പ്യുവറായി ഇരിക്കുമ്പോഴാണ് നമ്മൾ ഭഗവാന്റെ മെർസി, ഗുരു പരമ്പരയുടെ മെർസി നമുക്ക് കിട്ടുള്ളൂ. When we are so proud of our own achievements, then we stop receiving the mercy. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കാര്യങ്ങൾ നടന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്ത നമ്മുടെ മിടുക്ക് കൊണ്ടാണ്, നമ്മുടെ കഴിവ് കൊണ്ടാണെന്ന് വിചാരിക്കുമ്പോൾ the mercy stops there. അവിടെ അനുഗ്രഹം സ്റ്റോപ്പ് ആയി പോകും. ഇത് നമ്മൾ ഓരോരോ സർവീസ് ചെയ്യാൻ പറ്റിയത്, ഭഗവാന്റെ നാമം ചൊല്ലാൻ പറ്റിയത്, പരമ വൈഷ്ണവന്മാരെ സേവ ചെയ്യാൻ പറ്റിയത്, എന്ന ഒരു സർവീസ് ചെയ്യാൻ പറ്റിയാലും ഇറ്റ് ഇസ് ഓൺലി ബിക്കോസ് ഓഫ് ദി മെർസി ഓഫ് ഗുരു ആൻഡ് ഗുരു പരമ്പര എന്നുള്ള ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡോടെ ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ട് വി അട്രാക്ട് ബ്ലെസ്സിങ്സ്, ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടും. അതല്ലാതെ നമ്മൾ സ്വയം നമ്മുടെ ഈഗോ തൃപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നാ ഒരു കാര്യം ചെയ്താലും ഭഗവാന്റെയോ ഭഗവാന്റെ ഭക്തന്മാരുടെയോ ആരുടെയും അനുഗ്രഹം നമുക്ക് കിട്ടില്ല, അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടില്ല. സോ ഭഗവാന്റെ ദാസനാവണം, ഭക്തന്മാരുടെ ദാസനാവണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കുറച്ച് വായിച്ച് മനസ്സിലാക്കിയത്. സോ ഈ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി ഇന്നത്തെ റീഡിംഗ് സെഷൻ നമുക്ക് നിർത്താം. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമന്റ്സോ ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു സോ മച്ച്.
ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. അപ്പൊ നമ്മൾ ഇന്ന് ഏതൊരു ഇന്ന് വായിച്ചത് മാജി? നിർത്തിയത് എവിടെയാ മാജി? നമ്മളിപ്പം 66 നിർത്തി 65. മാതാജി. ഓക്കെ മാജി. ഓക്കെ ഓക്കെ. താങ്ക് യു മാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ എല്ലാ വൈഷ്ണവന്മാർക്കും പ്രണാമം. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. कोटि वैष्णव वृंद की जय, गौरंग भक्त वृंद की जय, जगत गुरु श्री जय. प्रभुपाद की जय. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ദണ്ഡപ്രണാമം. Thank you, Hare Krishna. Hare Krishna. Hare Krishna. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ.